Thank you, Brother Babu, for the introductions. It is always good to be in the presence of God, and we have heard about the conference updates, and I know that time is almost run out, and it is not easy to speak from the Word of God within this limited time. At the same time, we should be wise enough to do the things properly and nicely. And so I don't want to elaborate the message tonight. At the same time, it is very important to have the preaching of the word every now and then, every time when we come to the presence of God. So let us turn to the book of 2 Kings chapter 4. I'm not going to preach a long sermon. I know the time, so I will be finishing it within that time limit. 2 Kings chapter 4. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യവും 13-ാം വാക്യവും നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. 2 Kings chapter 4 verse 9 and also the 13th verse. Somebody please read in Malayalam and also if you can please in English also. അവൾ തന്റെ ഭർത്താവിനോട് നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു വന്ന ഈ വിശുദ്ധനായ ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. അവനവനോട് നീ ഇത്ര താല്പര്യത്തോടൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്ക എന്ന് പറഞ്ഞു. അതിനവൾ ഞാൻ സ്വജനത്തിന്റെ മധ്യ വസിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു ദൈവവചന ഭാഗമാണ് ഇന്ന് രാത്രി നാം വായിച്ചത്. എനിക്ക് മുൻപ് ദൈവവചനം സംസാരിച്ച വാത്സല്യ സഹോദരനിൽ നിന്ന് വളരെ ശക്തമായ ഒരു ദൂത് നമുക്ക് ലഭിക്കുവാനിടയായി. ആ ദൈവവചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സെഖറിയാവിന്റെ മകനായി ജനിച്ച് പൗരോഹിത്യ കുടുംബത്തിൽ പിറന്നു വീണ യോഹന്നാൻ സ്നാപകൻ പൗരോഹിത്യ മര്യാദകളൊക്കെ മറികടന്ന് മരുഭൂമിയിൽ ദൈവത്തിന് ശബ്ദമായി കർത്താവിന് വഴി നിരത്തുന്നവനായി അവൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ചരിത്രമാണ് നാം കേൾക്കുവാനിടയായി തീർന്നത്. He became the voice of God. He was born and brought up in a priestly family. According to the tradition of Jews, he is supposed to go to the temple to perform the rituals and ceremonies of the Jewish community, Jewish religion. But rather, he preferred another place, another task. എന്താണ് നമുക്കറിയാം? മരുഭൂമിയിലേക്ക് ദൈവത്തിന് ശബ്ദമായി, ഈ ശബ്ദം കുറച്ചുകൂടെ നന്നായി, മരുഭൂമിയിൽ ദൈവത്തിന് ശബ്ദമായി അവൻ ജനത്തിന് വേണ്ടി ശുശ്രൂഷിക്കുവാൻ അവിടെ കടന്നു ചെല്ലുന്നു. അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? മഹാപുരോഹിതന്മാർ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ ഹെരോദ രാജാവ് ഇസ്രായേലിൽ വാഴുന്ന കാലത്ത് റോമൻ സീസർ ആ മുഴു സമൂഹത്തെയും രാജ്യങ്ങളെയും വാഴുകൊണ്ടിരുന്ന കാലത്ത് രാഷ്ട്രീയ നേതാക്കന്മാർ, മതനേതാക്കന്മാർ, മതപണ്ഡിതന്മാർ, ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ രാജ്യം ഭരിക്കുമ്പോൾ, നേതൃത്വം നൽകുമ്പോൾ ജനം അവിടെയൊന്നും തൃപ്തപ്പെടാതെ മരുഭൂമിയിലേക്ക് ഒഴുകിച്ചെല്ലുന്ന കാഴ്ച നാം അവിടെ കാണുകയാണ്. എന്താണ് കാരണം? ദേവാലയത്തിൽ കിട്ടാത്തത്, സമൂഹത്തിൽ കാണാത്തത്, അന്നുവരെയും ജനത്തിന് ലഭിക്കാത്തത് മരുഭൂമിയിൽ ജനത്തിന് ഉണ്ടായെന്ന് മനസ്സിലായപ്പോൾ അവർ മരുഭൂമിയിലേക്ക് ഓടിയെത്തുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ധാടി മോണികളോടുകൂടിയ അലങ്കാരങ്ങളോടുകൂടിയ സംവിധാനങ്ങളാണ് ജനത്തിന് വേണ്ടത്. പിന്നെയോ ദൈവത്തിന്റെ ശബ്ദം എവിടെ മുഴങ്ങുമോ അവിടേക്ക് ജനം ഓടുവാനിടയായി തീരും. ഇന്ന് രാത്രി ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കാം, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കാം. Praise the Lord. നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്.
നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ട്, നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, മനോഹരമായ ആലയമുണ്ട്, ഉന്നതന്മാരായ പാസ്റ്റേഴ്സ് ഉണ്ട്, വിദ്യാസമ്പന്നരായ തലമുറയുണ്ട്, നമുക്ക് സാമ്പത്തികമായ സ്രോതസ്സുകളുണ്ട്, നമുക്ക് കോൺഫറൻസുകളുണ്ട്, നമുക്ക് കൺവെൻഷനുകളുണ്ട്, നമുക്ക് സകലവും ഇപ്പോഴുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവ ശബ്ദം മുഴങ്ങുന്ന ഇടമാണ്. അവിടെ മാത്രമേ ജനത്തിന് വിടുതൽ ഉണ്ടാകുകയുള്ളൂ. സ്തോത്രം പറയാമോ? എന്തിനാ ദൈവ ശബ്ദം മുഴങ്ങട്ടെ. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ജൂലൈ മാസം 20-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ഡാളസ് മെസ്കീറ്റിലെ ഹാംഡൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ നടക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കോൺഫറൻസിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ദാടിമോടികളെ കൂടാതെ, തലക്കനമുള്ള പാസ്റ്റർമാരെ കൂടാതെ, ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവ ശബ്ദം ജനം കേൾക്കുവാൻ ഇടയാകണം. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയേറിയ പകർച്ച അവിടെ ഉണ്ടാകുമെങ്കിൽ ഈ കോൺഫറൻസ് വിജയിക്കും. സമ്മതിക്കാമോ? രാത്രി എന്നോട് ചേർന്ന് നമുക്കതാണ് ആവശ്യം. അതാണ് നമുക്ക് ആവശ്യം. ഇവിടെ നാം വായിച്ചു, ഒരു മുറിക്കകത്ത് ഒരു ബെഡ്റൂമിൽ ഒരു സംസാരം നടക്കുക. ബെഡ്റൂം സീക്രട്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ബെഡ്റൂം കോൺസ്പിറസി എന്ന് പറയാറുണ്ട്. ബെഡ്റൂം കോൺവെർസേഷൻ എന്ന് പറയാറുണ്ട്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? സദ്യ കഴിഞ്ഞ് പകല് പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അവസാനിച്ച് കുഞ്ഞുങ്ങളെല്ലാം ഉറക്കിക്കിടത്തിയതിനു ശേഷം ഭാര്യയും ഭർത്താവും കൂടെ ബെഡ്റൂമിൽ വന്നാൽ അവരുടെ അന്നേരമായിരിക്കും അല്പസമയം അവർക്ക് സംസാരിക്കാനും കിട്ടുന്നത്. ഇപ്പൊ അതുമില്ല. കാരണം രണ്ടുപേരും രണ്ടു സമയത്തല്ലേ ജോലിക്ക് പോകുന്നത്. ഞാനതിനെ കുറ്റം പറയുകയല്ല. ഞാനും ഈ വർഷം ഈ രാജ്യത്ത് വന്നിട്ട് ഇപ്പോൾ 10-25 വർഷമായി. സംവിധാനങ്ങളും സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാം. എങ്കിലും കുടുംബമായിട്ട് ഒരുമിച്ചൊന്ന് കാണാനും സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ കിട്ടുന്ന സമയങ്ങൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളായിരിക്കാം. ഇവിടെ ഒരു സഹോദരി ഭർത്താവിനോട് പറയുന്നു, ഈ വഴിയായി കൂടെ കൂടെ പോകുന്ന ഒരു മനുഷ്യനെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറെ നാളുകൊണ്ട് അദ്ദേഹം ഈ വഴിയായി പോകുന്നുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് എനിക്കൊരു അഭിപ്രായം ഉണ്ടായി. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു കാര്യം മനസ്സിലായി. എന്താ കാര്യം? അദ്ദേഹം ഒരു വിശുദ്ധനായ ദൈവത്തിന്റെ ദാസനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പല ദിവസങ്ങൾ ആ മനുഷ്യനെ ശ്രദ്ധിച്ചു. നമ്മുടെ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ പോകുന്ന ആ മനുഷ്യനെ ഞാൻ പല ദിവസങ്ങളായി അത് നോക്കാൻ തുടങ്ങി. എന്റെ ഒബ്സർവേഷനിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, he is a man of God. He is a saint of God. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്നൊരു കാര്യം പറയട്ടെ. നമ്മളെല്ലായ്പ്പോഴും പലപ്പോഴും ചെയ്യുന്നത് നമ്മുടെ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കാറുള്ളൂ. വെളിയിൽ എന്ത് നടന്നാലും ആർക്കും ഒരു ചിന്തയല്ല. വിശേഷിച്ച് പെന്തിക്കോസ്തുകാരായ നമുക്ക് പലപ്പോഴും വെളിയിൽ എന്ത് നടക്കുന്നത് ഒരു ചിന്തയുമില്ല, ഒന്നും അന്വേഷിക്കാറില്ല. വല്ലപ്പോഴും ഒക്കെ നമ്മുടെ വാതായനങ്ങളൊന്ന് തുറന്നിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. വല്ലപ്പോഴുമൊക്കെ നമ്മൾ വെളിയിലിറങ്ങി ഒന്ന് നോക്കണം, എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്നത്, ലോകത്ത് എന്താണ് നടക്കുന്നത്, ദൈവജനത്തിന്റെ മധ്യത്തിൽ എന്താണ് നടക്കുന്നത്, ലോക സമൂഹങ്ങളിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ചപ്പാട് നമ്മുടെ വാതായനങ്ങൾ തുറന്നു കഴിഞ്ഞാൽ മാത്രമേ സത്യത്തെ കുറിച്ചുള്ള ഗ്രാഹ്യം നമുക്കുണ്ടാകുകയുള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ അടുത്ത ബന്ധുക്കൾ, അല്ലെ സഭയിലുള്ള അത്യാവശ്യമുള്ള കുറെ ആളുകൾ, ഇതിൽ കവിഞ്ഞ് നമുക്ക് ആരെക്കുറിച്ച് ഒരു ബോധം, ഒരു ചിന്തയില്ല. ഇന്ന് രാത്രി ദൈവമക്കളെ, അങ്ങ് അകലെ അനേക ദൈവമക്കൾ വേദനയിലൂടെ പോകുന്നത് നിങ്ങൾക്കൊരിക്കലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യയിൽ അനേക ഗ്രാമങ്ങളിൽ
ദൈവത്തിൻ്റെ ഭക്തന്മാരെ കൊന്നു മുടിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞങ്ങളെ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഞാനും എൻ്റെ ഭാര്യ കൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. നൂറുകണക്കിന് ദൈവത്തിൻ്റെ ദാസന്മാരെ കൊല്ലാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അനേക സഭകൾ, ചർച്ചകൾ തീ വെച്ച് നശിപ്പിച്ച് കളയുവാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അനേക ദൈവമക്കൾ, ഗ്രാമവാസികൾ ആ ഗ്രാമം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അവർ ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഷ്ടതയിലൂടെയും വേദനയിലൂടെയും ഭയത്തിലൂടെയും മരണ ദുഃഖത്തിലൂടെയും കടന്നു പോകുന്ന ദൈവമക്കളെ കുറിച്ച് നാം കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെ കഴിയുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ബോധം നമ്മെ ഭരിക്കേണ്ടിയിരിക്കുന്നു. We are in our own shelters now. We are safe. We don't bother about others. ഈ ദിവസങ്ങളിൽ നാം ഓർക്കേണ്ട കാര്യം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നാം ഉണർന്നെഴുന്നേൽക്കേണ്ട കാര്യമായിരിക്കുകയാണ്. ഞാൻ ഇന്ത്യയിലെ കാര്യം മാത്രമല്ല പറയുന്നത്, കേരളത്തിലെ കാര്യം, നാം പിറന്നു വീണതായ നമ്മുടെ മാതൃരാജ്യത്തിന്റെ കാര്യം മാത്രമല്ല ഞാനിപ്പോൾ ഓർപ്പിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, റഷ്യയിലും ചൈനയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, മിഡിൽ ഈസ്റ്റിലെ കൺട്രികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾ, അവരുടെ വേദനകളെ കുറിച്ച് നാം ബോധവാന്മാരാകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി കൈത്താങ്ങൽ കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി ദൈവത്തിൽ ഇടിവിൽ നിൽപ്പാൻ ഈ ദിവസങ്ങൾ ദൈവമക്കൾ തയ്യാറാകണം എന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ കർത്താവിന്റെ നാമത്തിൽ. Open the windows and look outside. ഈ സഹോദരി ഒരു കാഴ്ച കണ്ടു. ഈ കൂടെ പോകുന്ന ഈ മനുഷ്യൻ ഒരു ദൈവദാസനാണ്. എന്നിട്ട് അവളെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യണം. അദ്ദേഹത്തിന് ഇവിടെ ഈ വഴിയായി പോകുമ്പോൾ വന്ന് താമസിക്കുവാൻ നമുക്ക് ഒരു ചെറിയ മുറി ഉണ്ടാക്കണം. ആ മുറിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കണം എന്നും അവൾ ഭർത്താവിനോട് പറഞ്ഞു. നോക്കുക, ആ വഴിയായി കടന്നു പോകുന്ന ദൈവദാസനെ ശുശ്രൂഷിക്കാനും അദ്ദേഹത്തിന് വരുമ്പോൾ വിശ്രമിക്കുവാനുമായി ഒരു മുറി ഉണ്ടാക്കണം. ആ മുറിക്കകത്ത് ചില ക്രമീകരണങ്ങൾ ചെയ്യണം എന്ന് അവൾ തന്റെ ഭർത്താവിനോട് പറയുന്നു. There should be a strategy for everything. When we plan something, when we propose something, there should be a strategy. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിപ്പിച്ച് ചേക്കാതെ പോവുകയാണ്. ഒരു കുടുംബമാണെങ്കിൽ there should be a strategy, a plan. ഒരു സഭയിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഈ വർഷക്കാലം എൻ്റെ സഭയിൽ ഇത്ര പേര് രക്ഷിക്കപ്പെടുവാൻ ഇടയാകണം. എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? അതൊക്കെ കഴിഞ്ഞ് പണ്ടായിരുന്നു അതൊക്കെ അല്ലേ. ഈ വർഷക്കാലം എൻ്റെ സഭയിൽ ഇത്ര കൂട്ടായ്മകൾ യോഗങ്ങൾ നടക്കണം, ഇത്ര കാത്തിരിപ്പ് യോഗങ്ങൾ, ടാനി മീറ്റിംഗുകൾ നടക്കണം. ഈ വർഷം എൻ്റെ സഭയിൽ ഇത്ര പേര് സ്നാനപ്പെടുവാൻ ഇടയായിത്തീരണം. There should be a strategy for the churches. നമ്മുടെ സഭയിൽ എന്ത് സംഭവിക്കണം, എന്ത് നടക്കണം, അത് ആത്മീയ വിഷയങ്ങളിലായിരിക്കട്ടെ. ജനം അനുഗ്രഹിക്കപ്പെടുവാൻ, ജനം വിടുതൽ പ്രാപിക്കുവാൻ, ജനത്തിന് നന്മ പ്രാപിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം ക്രമീകരിക്കുന്ന ക്രമീകരണങ്ങളെ ദൈവം ഒപ്പുവെക്കുന്ന ദൈവമാണ്. നമുക്ക് പലപ്പോഴും we don't have a strategy, we don't have a plan. നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ്, സ്ട്രാറ്റജി തയ്യാറാക്കുകയാണ്. അതിനുശേഷം ആ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ അവർ തയ്യാറായി. ഇന്ന് രാത്രി ഞാൻ നിർത്താൻ പോവുകയാണ്. പെട്ടെന്ന് നിർത്തിയേക്കാം. നമ്മൾ പലപ്പോഴും we were waiting for the opportunity to come and knock at the door. നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന കാര്യം അതാണ്. എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കാത്തിരിക്കും.
എന്നാൽ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നില്ല. അവളൊരു കാര്യം ചെയ്തു. വാട്ട് ക്യാൻ ഐ ഡു ഫോർ ദിസ് മാൻ ഓഫ് ഗാഡ്? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തിൽ പറയാൻ കഴിയും, എനിക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? പാസ്റ്റർ പറഞ്ഞാൽ അത് ചെയ്തേക്കാം. If I get an opportunity to do something in the church, I will do it. Otherwise, I will stay back. I will sit in the corner bench or the seat. I don't have anything to do with that. Leave me alone. Let me be free. ഇതൊക്കെയല്ലേ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ദൈവസഭയെക്കുറിച്ച്, ദൈവത്തിന്റെ വേലയെക്കുറിച്ച്, ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ടോ? What can I do for the kingdom of God? ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? പറഞ്ഞാൽ ചെയ്യുന്നവരല്ല, പിന്നെയോ ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ചു പോയല്ല, പിന്നെയോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അത് എന്നെ തന്നെ മുന്നോട്ട് ഇറക്കുകയാണ് ഞാൻ തയ്യാറാകേണ്ടത്. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, നിനക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിനക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവസഭയുടെ ഉന്നമനത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇമ്മാനുവേൽ അസംബ്ലീസ് ഓഫ് ഗോഡിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന എന്റെ സഭയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ സംഘടനയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ പലപ്പോഴും നേതാക്കന്മാരൊന്ന് വിളിച്ചാൽ, പാസ്റ്റർ ഒന്ന് പറഞ്ഞാൽ, പാസ്റ്റർ ഒന്ന് വന്നാൽ, അല്ലെ സഹവിശ്വാസികളൊന്ന് വന്നാൽ, അവരെന്നോടൊന്ന് പറഞ്ഞാൽ, we were waiting. How long we can wait for? അങ്ങനെയല്ല. എനിക്ക് ജീവനെ തന്നവൻ, എനിക്ക് വേണ്ടി കാൽവരിയിൽ ചോര ഊറ്റിയവൻ, എന്റെ ആത്മാവിന് വിടുതൽ തന്നവൻ, എന്നെ രക്ഷിച്ചവൻ, എനിക്ക് രോഗസൗഖ്യം തന്നവൻ, സ്തോത്രം, എന്നോട് ആവശ്യപ്പെടുന്നത് എന്തും ചെയ്യുവാൻ ഇന്ന് രാത്രി ഞാൻ തയ്യാറാണ്, സ്തോത്രം എന്നുള്ള തീരുമാനമായിക്കട്ടെ ഈ മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. ഇത്തരണത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ജൂലൈ മാസം നടക്കുവാൻ പോകുന്ന കോൺഫറൻസിന് വേണ്ടി ഇന്ന് രാത്രി ചിന്തിച്ചു തുടങ്ങണം. വാട്ട് ക്യാൻ ഐ ഡു ഫോർ ദ കോൺഫറൻസ്? ഹൗ ക്യാൻ ബി എ പാർട്ട് ഓഫ് ദ കോൺഫറൻസ്? ആ ചിന്തയുമായി ഇന്ന് രാത്രി നമുക്ക് ഇവിടെ കടന്നു പോകാം. ആ സഹോദരി സ്വന്തം ഭർത്താവിനോട് പറഞ്ഞു, ഈ വഴിയായി പോകുന്ന ആ ദൈവദാസനെ നമുക്കൊരു ക്രമീകരണം ചെയ്യണം. നമ്മുടെ വീട്ടിൽ അദ്ദേഹത്തിനൊരു അവസരം, ഒരു മുറി ഉണ്ടാക്കി കൊടുക്കണം. നഷ്ടമായില്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും അത് നഷ്ടമല്ല. ഇന്ന് രാത്രി നാം ദൈവത്തെ സ്തുതിക്കുന്നവരാകണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും നഷ്ടമല്ല എന്ന് ഉറപ്പുള്ള ദൈവമക്കളാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. Praise the Lord. Hallelujah. ആ വീട്ടിൽ പാർക്കാൻ തുടങ്ങിയപ്പോൾ അത് എലീശ ഗേഹസിയോട് വിളിച്ചു ചോദിക്കുകയാണ്, നമുക്ക് ഇത്രത്തോളം ഈ ബന്ധപ്പാട് കഴിച്ച ഈ സഹോദരിക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ചോദിക്കുക, നമ്മൾ എന്ത് ചെയ്യണം? രാജാവിന്റെ അടുക്ക ചെല്ലുമ്പോൾ അവളെ കുറിച്ച് സംസാരിക്കണമോ? എന്തെങ്കിലും സഹായം ചെയ്യിപ്പിക്കണമോ? നമ്മൾ എന്താണ് അവൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഇന്ന് രാത്രി ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ, നീ കർത്താവിന് വേണ്ടി ഒരു ചെറുവിരൽ അലക്കിയാൽ സ്തോത്രം, അത് കാണാതെ പോകുന്നവനല്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവ് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ഈ മെസ്സേജിന്റെ അവസാന ഭാഗത്തേക്ക് നാം വരികയാണ്. ദൈവത്തിന് സ്തോത്രം. നീ കർത്താവിന് വേണ്ടി, നമ്മുടെ പിതാക്കന്മാർ ഒന്നും കാണാതെ ഇറങ്ങി തിരിച്ചവരാണ്. Praise the Lord. Hallelujah. അവന്റെ നാമത്തോട് കാണിച്ച സ്നേഹത്തെ മറന്നു കളയുവാൻ അവൻ അനീതിയുള്ള ദൈവമല്ലെന്ന് എബ്രായ ലേഖനത്തോട് പറയുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, തന്റെ നാമത്തോട് കാണിച്ച സ്നേഹത്തെ മറന്നു കളയുവാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. ഇന്ന് രാത്രി അനുഭവമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Praise the Lord. Hallelujah. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ 1, 2, 3 തലമുറകളായി കർത്താവിനെ സേവിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഒന്നും കാണാതെ യേശുവിന്റെ നാമത്തിന് വേണ്ടി മാത്രം നിലനിന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അവരെ സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. ഒരു നല്ല
പക്ഷേ ഇന്ന് രാത്രി ഒന്ന് ഓർത്തു നോക്കിക്കേ, അവർ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹത്തെ മറന്നു കളയാഞ്ഞത് കൊണ്ട് ഇന്ന് രാത്രി